വെള്ളം കൊടുത്താ എങ്ങനെയുണ്ട് നമ്മൾ തൂത വന്ന വിശേഷങ്ങളൊക്കെ? ഞങ്ങളൊക്കെ വന്നതിന് എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇനി വരണോ? ഇഷ്ടപ്പെടാതെ എനിക്ക് ഒരു വഴിയില്ല. ഹലോ ഹരിയേഴ്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എങ്ങനെ സൗണ്ട് കൊടുക്കുന്നതും ഒക്കെ. നമ്മളിന്ന് തൂത വീട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളാണല്ലോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തൂത വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ നമ്മളെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് നേരെ തൂതേക്ക് പോകാം കേട്ടോ. ഞാൻ രാവിലെ ഇപ്പോൾ നെയ്യ് കുടിക്കൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇളം ചൂടുള്ള ജീരകവെള്ളം കൂടിയും കുടിക്കും. ഞാൻ ഇപ്പോൾ കുറച്ചുകൂടിയും ഞാൻ എൻ്റെ ആരോഗ്യം നോക്കണമൊക്കെ കുറേ കാലത്ത് നിർത്തി വെച്ചിരുന്നു. ഇപ്പോൾ അതൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ജീവിക്കാൻ കുറച്ചുകൂടി ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സന്തോഷം എന്നും എനിക്ക് പഠിച്ചു നിർത്തി തരട്ടെ. നമ്മളെ അലക്കണ വീഡിയോ കുറേ പേർക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ ഞാൻ ഒരു മാസത്തിൽ എനിക്ക് ശരിക്കും ഇങ്ങനത്തെ ഞാൻ അലക്കൽ കുറച്ച് കൂടുതലാണ് കേട്ടോ. ഒരു ചെറിയൊരു സാധനം പോലും ആയിരുന്നെങ്കിൽ പെട്ടെന്ന് അലക്കും. ബെഡ്ഷീറ്റൊക്കെ ഞാൻ ആഴ്ചയിൽ 2 ബെഡ്ഷീറ്റ് മാറ്റും. അപ്പോൾ അതൊക്കെ അലക്കണ്ടല്ലേ പതപ്പും. അപ്പോൾ അലക്കുമ്പോഴാണ് എനിക്കറിയാം നല്ല പദം കാണണം. അപ്പോൾ ഇങ്ങനത്തെ എത്ര ബോട്ടിലുണ്ടായിരുന്നു എന്നറിയോ? ഈ പറഞ്ഞ പോലെ ഒരു മാസം ഞാൻ ഇങ്ങനത്തെ 2 ബോട്ടിലുണ്ടാവും. പറയുമ്പോൾ ഞങ്ങൾ 3 പേരുള്ളൂ. പക്ഷേ എനിക്ക് അലക്കണത് ഭയങ്കര കാര്യമായിട്ടേ. അതുകൊണ്ട് ഞാൻ ഈ ബോട്ടിൽസൊക്കെ എടുത്തു വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. സാധാരണ ഞാനിത് അങ്ങോട്ട് കളയാറാണ്. പക്ഷെ ഇതൊക്കെ എടുത്തു വെച്ച് നോക്കട്ടെ. ഇത് രസമല്ലേ ഇങ്ങനത്തെ ഈ ബോട്ടിലുകൾ, ഇങ്ങനെ വലിയ വലിയ ബോട്ടിൽ കാണാൻ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തിൻ്റെ ബ്രാൻഡ് മാറ്റിയിരിക്കുന്നത്, ഇത് എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ കമഴ്ത്തുമ്പോഴേ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിയും കൂടുതൽ എമൗണ്ട് മെഷീനിലേക്ക് വീഴുന്നുണ്ട്. അപ്പം നമുക്കിത് ഒരു ചെറിയൊരു കുപ്പി കാക്കാം. ഒഴിച്ച് വയ്ക്കാം. അങ്ങനെ നമ്മൾ ഇന്ന് കാര്യമായിട്ട് അലക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മളെ വാഷിംഗ് മെഷീൻ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ മെഷീനെ 2 പ്രാവശ്യം കേടുവന്നിട്ടുണ്ടായിരുന്നു. കേടുവരിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യത്തിന് 2 ഡ്രയറിനാണ് പ്രശ്നം സംഭവിച്ചത് കേട്ടോ. ഡ്രയറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഡ്രസ്സ് അങ്ങോട്ട് ഇങ്ങനെ എടുത്തിടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഡ്രസ്സ് വീണിട്ട് അത് പ്രാവശ്യം സ്റ്റെക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തന്നെ കൈയിട്ടിട്ട് എടുത്തപ്പോൾ അത് കറക്റ്റായി. ഇപ്പോൾ എടുത്ത് വീണ്ടും ഡ്രയറിലൊരു പ്രശ്നം ഉണ്ടായി. അത് നല്ല കടകട സൗണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നോട് ചോദിച്ചപ്പോൾ ഇന്നോട് പറഞ്ഞു അതൊന്നുമില്ല അമ്മ അത് പറഞ്ഞിരുന്നു. പക്ഷെ അതിനുള്ളിൽ നോക്കിയപ്പോൾ എന്തോ ഒരു സംഭവം കിടക്കണം കണ്ടിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു മെഷീൻ്റെ എന്തെങ്കിലും പാർട്സ് കൊഴിഞ്ഞ് വീണ് കിടക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ അതിൻ്റെ ആളെ വിളിച്ച് അവരത് ശരിയാക്കി കൊടുന്ന് തന്നപ്പോൾ ഈ ഒരു സാധനമാണ് ആ ഡ്രയറിൻ്റെ ഉള്ളിൽ വീണ് കിടന്നിരുന്നത്. ഇത് എങ്ങനെയാണ് അതായത് ഞാൻ അടുക്കളയിൽ വീഡിയോ കൊടുക്കുമ്പോഴേ അവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാഷിംഗ് മെഷീൻ നമ്മൾ നല്ല നീളം വീഡിയോ ഒക്കെ ഉള്ളതല്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ കൊടുന്ന് വെക്കും. അപ്പോൾ എങ്ങനെയും കൈ തട്ടിട്ടൊക്കെ അബദ്ധവശാൽ വീണതായിരിക്കാം. ഇത്രയും വലിയൊരു സാധനം ഇരുന്നു മെഷീൻ്റെ അകത്ത്. ഞാൻ അത് കംപ്ലൈൻറ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ വന്ന് ശരിയാക്കി തന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അത് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ആൾ നല്ല സ്ട്രോങ് ആണ്. ഞാൻ ഒരുപാട് ഡ്രസ്സുകൾ കഴുകണതാ. ഒരു മാസമൊക്കെ എത്ര ഡ്രസ്സുകൾ കഴുകുന്നറിയോ എൻ്റെ വാഷിംഗ് മെഷീൻ. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കുന്നത് മിസ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സ് അലക്കാം. അടുത്ത നമ്മളെ ജോലി, നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇരിക്കുന്നുണ്ട്. അത് തേങ്ങ കുറേ കൊപ്രയാണ് തോന്നുന്നത്. അത് പൊളിച്ചിട്ട് തേങ്ങ എടുത്തുകൊണ്ട് വരട്ടെ. നമുക്ക് പുട്ടുണ്ടാക്കണ്ടേ. ഇതൊക്കെയാണ് ഗായ്സ് നമ്മുടെ തേങ്ങ. കിളുങ്ങണുണ്ടേ. ഈ തേങ്ങ ഒക്കെ കിളുങ്ങുന്നുണ്ട്. എൻ്റെ ഇന്നുമോളി ഞാൻ തേങ്ങ വിളിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാ തേങ്ങയും കൊപ്രയാണ് അമ്മ, ഒറ്റ തേങ്ങയിൽ നിന്ന് നന്നല്ലെന്ന് പറഞ്ഞു. നല്ല കുളിക്കണ തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഈ എന്തെങ്കിലും നോക്കിയിരിക്കണ്. ഇവിടെ ഇത്രയും ഡ്രസ്സുകൾ കിടക്കണം കാണാല്ലേ. ഇത് കുറച്ച് എടുത്താൽ മതി, ഫുൾ എടുക്കണ്ട. ജീജി ഉയ്യ് എടുക്കാൻ നിൽക്കണ്ട. അതിൽ നിന്ന് ആദ്യം ആ കാണുന്ന അലമത്തെ ഡ്രസ്സ് എടുക്കുക, പിന്നെ ഇതും കുറച്ച് എടുത്താൽ മതി, ഫുൾ എടുക്കണ്ട. തുണികൾ നമ്മൾ അലക്കിയിട്ടുണ്ടെങ്കിൽ അലക്കണത് ഞാൻ, വിരിച്ചിടുന്നത് എൻ്റെ മോള്, ഉണങ്ങിയ തുണികൾ എടുത്തുകൊണ്ടാണ് സായിക്കുട്ടി. അങ്ങനെയാണ് ഇവിടെ ജോലികൾ ചെയ്യുന്നത്. തേങ്ങ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ തേങ്ങ തന്നെ ഇവിടെ വിട്ടു പോന്നു. അപ്പോൾ പിന്നെ നമുക്ക് തേങ്ങ മിക്സിയിൽ അടിച്ചിട്ടേ ചിരവ, അതിനകത്ത് വേറെ വഴിയില്ല.
എന്താ ഇന്നുമോള് കുളിച്ചു വന്നിരിക്കുകയാണ്. നമ്മളെ ഷിഖായൻ്റെ കഫ്താനം കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഏതാപ്പോ ഒന്നില്ലെങ്കിൽ ടീഷർട്ട് അല്ലെങ്കിൽ എൻ്റെ മാക്സി, അതാണ് ഓളെ മെയിൻ. നന്നായുള്ളൂ. എന്നാ വേഗം ഒരുങ്ങിയിട്ട് പോയ പണികളുണ്ട്. കുളിച്ചു മാറ്റിട്ട് നിന്നാ പോരാ. ഷൈജമാന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ കുറെ പണികളുണ്ടേ. എന്നാ ഒരുങ്ങാണ്ട് വായ, മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിട്ട് പോരാന്നാ പറഞ്ഞത്. എന്നിട്ട് വായോ, പണിയുണ്ട് ഇവിടെ. ആ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടേ വേഗം ഹാൻഡ് വിരിച്ചിട്. എനിക്ക് പോകുമ്പോഴേക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടേ നമുക്ക് നോക്കാം. ആ വിരിച്ചിട്ട് പോയല്ലേ അവിടെ നിന്ന് വരുമ്പോഴേ ആശ്വാസം ഉണ്ടാവും. ആ വെള്ളം നിർത്ത്, വാഷിംഗ് മെഷീൻ കൂടെ വെള്ളം നിർത്ത്. നമ്മള് മെഷീന്റെ അകത്തിട്ട് കുഷനും അലക്കിയെടുത്തിട്ടോ. കാണാ ഇത് കിങ് ആണേ. ഞാൻ പറഞ്ഞില്ലേ വലിയ ബെഡ്ഷീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒന്നുകൂടെ തിരിഞ്ഞ സായിക്കുട്ടി പാത്രമായിട്ട് എങ്ങനെ പോണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാവേ. ആ ഓർഡർ മന്തി ഇത് കേട്ടത് ഓടുക. അവിടെ ബീവിക്ക് ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ കുറേ മന്തി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവൾക്ക് മന്തി ഉണ്ട് വേണോ ചോദിച്ചു. ഞാനും എൻ്റെ മോളും ഡയറ്റിലായ കാരണം കൊണ്ട് കാശെടുക്കാൻ വയ്യ. കഷ്ടം തന്നെ. ഇന്നലെ ഇവര് കഴിച്ചു മന്തിട്ട് വേറെ രാത്രി മമ്മി മോനും കഴിച്ചിട്ട്. അപ്പൊ ഞാന് നീ കണ്ടു നിന്ന് എങ്ങനെ തടി കൂടിയാലോ അതുകൊണ്ട് കാണാനും കൂടി പോയില്ല. കൊതിയായാലും ഞാൻ കാണാൻ കൂടി നിന്നില്ല. ഇന്നിപ്പോ എന്റെ ചെറിയിലാണോ മന്തി ഉണ്ടാ ഞാൻ അതാലോചിച്ച് ടെൻഷൻ. അല്ല ഞാൻ കഴിക്കുന്നില്ലല്ലോ. ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആര് കഴിക്കുന്നാലും കൊതിയല്ലേ. അപ്പോൾ സായക്കുട്ടിക്ക് ഇന്നലെ മന്തി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ കൊടുത്തയച്ച മന്തിയിൽ 3/4 ഭാഗം ഓനാ കഴിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പോയി കഴിച്ചോ, ഈ അപ്പോൾ പാത്രമായിട്ട് വിട്ടുക. ഞാൻ ഡയറ്റിൽ ഇല്ലാത്ത സമയത്ത് ബിത്താത്തൊന്നും ഉണ്ടാക്കിയില്ല. ഡയറ്റിലായപ്പോഴൊക്കെ ഉണ്ടാക്കി ബിത്താവ് പറയട്ടെ. അങ്ങനെ നമ്മുടെ രാവിലത്തെ ജോലികൾ ഏകദേശം കഴിഞ്ഞിട്ട് ഉച്ചപരിപാടി നോക്കേണ്ട ആവശ്യമില്ല. ഉച്ചപരിപാടി ശരിയാത്താൻ്റെ വീട്ടിൽ. അതുകൊണ്ട് പിന്നെ ഉച്ചപരിപാടി ഇല്ല. നമ്മൾ നല്ല ഇഞ്ചി ചായ കുടിക്കട്ടെ കേട്ടോ. ഈ രാജസ്ഥാനിൽ പോയതിന്റെ ഓർമ്മ കുടിക്കാനാണ് ഈ ഇഞ്ചി ചായ. മറ്റേ ഈ ഇഞ്ചി ചായ കഴിക്കുവാണെങ്കിൽ ആരും ഓർമ്മ വരാ? മാമനെ ഓർമ്മ. ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി തക്കാളി ഇതൊക്കെ കേൾക്കുമ്പോ അപ്പം മാമനെ ഓർമ്മ. കാരണം മാമനക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു കറിയിലായാലും എന്തിനായാലും കുറെ ഉണ്ടാവും. ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഴിക്കണം. ഭയങ്കര പുതിയ വാങ്ങിച്ച ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ പോവാ. എന്താ ഒരു സാധനം പോണ് അടകൊമ്മാല്. അതേ പറഞ്ഞ വാക്കേ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഡ്രസ്സ് അത് മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഗുജറാത്തേക്ക് പോയ സമയത്ത് എടുത്തിട്ട ഡ്രസ്സ് നമ്മുടെ ഫാമിലിയിലത്തെ ഡ്രസ്സാണ് കേട്ടോ. ഇതിന്റെ ലിങ്ക് ഒന്നും ചോദിക്കരുത്. കടയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. അപ്പൊ നമ്മളിത് കുറെ ദിവസം ഗുജറാത്തേക്ക് പോയ ശേഷം ഇന്നുമോള് ഒരു പ്രാവശ്യം കെട്ടിയിരുന്നു. പിന്നെ ഞാൻ ഇട്ടില്ല. അപ്പൊ ഞാൻ 12 മണിക്ക് പറഞ്ഞ വണ്ടി 12:15 നമ്മൾ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒട്ടും സമയമല്ല. സേഫ് ബോസ് എല്ലാത്തിനും. വീടിന്റെ 5 കളിയൊക്കെയാണ്. അങ്ങനെ ഗൈസ്, അതെ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ മരോളെ കിട്ടുന്നത്. ചുണ്ടിക്കണല്ലോ വിരുന്നായിട്ട് അമ്മായിമ്മ തലേശ്വരം വരുത്തിക്ക. ആ അല്ല ഇവിടെ നിൽക്കണ വേണ്ടി കാരണം കാര്യം പറയണ്ടേ.
ചെന്ന് അമ്പലസുബി 10 മണിക്കാരുടെ അടുത്ത് പറഞ്ഞു കിട്ടിയിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു നെല്ലിലാമ്മയാണ് ആള്. ഇറങ്ങിയത് തന്നെ ആരെപ്പോളെ ഇപ്പോഴും ഞാൻ ഇവിടെ മെയിൻറ്റെയിൻ ഇല്ല. എന്റെ കുട്ടിനെ കുറിച്ചിട്ട് ഓളെ വല്യമ്മ പറഞ്ഞ 2 വാക്ക് ഞാൻ നല്ലപോലെ എടുക്കട്ടെ. 2 ഉമ്മച്ചി പറയണത് ഓള് മെഡിക്കുകയാണെന്നാ. ദുഷ്ടത്തി അറിയണത്രേ. ഇത് കഴിക്കാൻ ഇറച്ചി മീനും കഴിക്കാൻ തോന്നില്ല. അപ്പൊ ഞാൻ ഫുള്ള് പയറ് കറി കറി മാത്രം. രാവിലെ അങ്ങനെ നമ്മള് തൂത വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മള് നാളല്ലേ പോകുള്ളൂ. അതാ എല്ലാവർക്കും ഉണ്ട് ഇതേ മോതിരം. അതെ ഗ്ലാമർ ഈ പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് എന്തൊക്കെ തിന്നാൻ കുടിക്കാനൊക്കെ ഉണ്ടായിട്ട് നോക്കാം. അതെ അടുക്കള കാലായിട്ട് നോക്കാം. നെടുത്തപ്പോ എന്താണ് എന്തപ്പോ ഉണ്ടായി? സ്നേഹിച്ച് ഓക്കെ. ഇതൊക്കെ അല്ല, ഇതൊക്കെ എന്റെ മേത്തിൽ ഇരിക്കുമ്പോ മാത്രമാണ് ഓഫറാ? റെഡിക്ക് ചുരിദാർ നല്ല ഭംഗിയുണ്ട്, നല്ല പിങ്ക് കളർ. മേക്കപ്പ് ഓൾകൂടി ഇതാണോ എന്റെ സിമ്പിൾ ഡ്രസ് ഇടുന്ന ആൾക്കാരെ? ഷൈദിയാത്താന്റെ വീട്ടില് അങ്ങോട്ട് മാറി എല്ലാ ഒരു സാധനത്തിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാ വെള്ളെടുക്കല്? ഇത് ഇവിടെ കുട്ടികൾ നമ്മുടെ അവയ്ക്കല്ലേ ശരിയാണല്ലോ. നാരങ്ങ കലക്കുന്നു, ഫിൽറ്റർ എടുക്കുന്നു. അതെ നമ്മൾക്ക് എല്ലാരും വീട്ടില് ഫിൽറ്റർ ഉണ്ട്. അപ്പൊ ഇപ്പൊ അതങ്ങോട്ട് മാറിയത് മാത്രല്ല, വെച്ചപ്പോ മുന്തിയത് വെച്ചിരിക്കുന്നത്. നമ്മളോടൊന്നും ഇല്ലാത്ത ഐറ്റം വെച്ചിരിക്കുന്നത്. ഇല്ലാത്ത പ്രമാണിച്ച് കൊറേ സ്വീറ്റ്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് കണ്ടിരിക്കല്ലോ വേറെ വഴിയില്ല. തുറന്നപ്പോഴേ കുപ്പായൊക്കെ പാടെ പൊക്കി തിരിച്ചില്ല. പൊക്കിയിട്ടൊരു ചിരി. മോളെ ഒരു പെട്ടി കിറ്റ് അത് തിന്നോ? ഇല്ല, ഞാൻ നിനക്ക് വേണ്ടി അല്ല മോൾക്ക് വേണ്ടിട്ട് അമ്മ അല്ല ഒന്നാമത് എനിക്ക് തടി കുറച്ച് കുറക്കണം. റന ആദ്യം മൂലക്ക് നിൽക്കുന്ന ഇരുതാക്കൊന്ന് വെള്ളം കൊടുത്താ എന്റെ മമ്മ ഇറങ്ങി. നല്ല മലപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചു. ജഗ പോക എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പായണം. ഒരു കാര്യമില്ലെങ്കിലേ ആ ഒരു ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ട് പാര്യം കൊടുക്കണം. പിന്നെ മോളെ അവസാനം നമ്മൾ നിനക്ക് ഇത് തുടങ്ങിയോ? പണ്ടേ ഞാൻ അങ്ങനെ കുട്ടികളെ കഷ്ടത്തിൽ എടുത്തി ഉറക്കാറുള്ളതാ. അവിടെ നന്നായി. ഇവിടെ മോന്തൊക്കെ കുറച്ച് കരി കഴിക്കുന്നുള്ള കുഴപ്പമില്ലല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അച്ചാറ് പിന്നെ എന്തുണ്ട് എന്റെ വീട്ടിലൊരു വീക്ക്നെസ് ആയിരുന്നു. അല്ല ഇത് നീ ഉണ്ടാക്കിയതാ? ഞാൻ ജാസൂട്ട് ഉണ്ടാക്കിയതാണെന്ന് അമ്പടി. ഞാൻ വിചാരിച്ചു ഓ ശരിയാണല്ലോ. ഉച്ചക്കൊക്കെ നല്ല അളിയന്റെ ഒന്നും പറയാനുള്ള ബിരിയാണി വിളമ്പിയ ശേഷം അളിയന് കയ്യിൽ കുത്തി വെച്ചിരിക്കുന്നതാണ് ഗായ്സ്. ഇത് റബ്ബില്ലാതെ തമ്പുരാനെ എന്താണ് ഈ കാണുന്നത്? പൊരിച്ച കോയല്ലേ ഈ മറ്റേ ഇട്ടുന്നത്? ഇന്നിമോൾക്ക് പറ്റിയ ഇന്നിമോൾക്ക് കുറേ കോഴി പൊരിച്ചതും. അതെ
കുറേ കോഴിയും കുറച്ച് ചോറ് കണ്ടിട്ടുണ്ടായിട്ടില്ലേ. നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് ലഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഫുഡുകളൊക്കെ നിരത്തി 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 വെച്ചിട്ടുണ്ട്. അപ്പോ അല്ല ഇന്നലെ നാളെ സൺഡേ. സൺഡേ അവസരം നമ്മുടെ എല്ലാവരും തല്ലിപ്പറ്റി എന്തായി നോക്കട്ടെ. എന്താണ് ഇപ്പൊ പോണത്? എനിക്ക് സ്വന്തം മേമാനെ ഇങ്ങനെ യമ്മിക്ക് വേണ്ട എന്നാ ടേസ്റ്റ് ഉണ്ടല്ലോ യമ്മി. പായസം യമ്മിയാണ്. അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവസാനം പായസം കുടിക്കാൻ കേട്ടോ. പായസം ടേസ്റ്റാ. അതെ, പൂമുഖത്തേക്ക് പായസവുമായി നടക്കുന്ന റെനമോൾ. ഇന്നിമോള് പായസം കുടിക്കുന്നില്ല. അപ്പൊ ഇന്നിമോള് ചോദിക്കാണ് ഇതിന് മിൽക്ക് മേഡൊക്കെ ഇട്ടേക്കണ ശൈലിയമ്മാന്ന്. ചൂടോടുക്കാൻ പറ്റി മിൽക്ക് മേഡ് ഇളക്കിയ പായസമാണത്. നല്ല ഇളക്കി എടുത്ത പായസമാണ്. കുടിച്ചോ നോക്കി നിന്നോ. നമ്മള് എയറോസിസ് ആയിട്ട് യാത്രക്കാർക്ക് ചായ കാപ്പി പറഞ്ഞ് നടക്കും. ചായ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാരും കൂടി തൂതപ്പുഴയിൽ പോകുകയാണല്ലോ. തൂതക്കിന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തൂതപ്പുഴയിലൊന്നും മുങ്ങിന്ന് വരാതെ ആ ഒരു തൂത വൈബ് സെറ്റ് ആവൂല. നമ്മളുണ്ടോ ഇത് ശൈത്യശാളനെ അപ്പനിശാള ആണോ? എന്റെ ഷാള് ശൈത്യന്റെ ഷാളാണ്. നമ്മള് മാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാരും എന്റെ നെബിലൂട്ടർ ചായ പറയാ. എന്താ ഇനി ഇവളുമായിട്ടുള്ള ചായ ഉണ്ടോന്ന് ആരുടെ കമ്പനി ഇടുണ്ടോ? അത് പറ്റിയില്ലേ? അത് അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാരും ഡ്രസ്സ് മാറാൻ പോവുകയാണ്. പക്ഷെ ഇവിടെ മഴന്റെ ഒരു ലക്ഷണം കാണാനുണ്ട്. മഴ പെയ്യുമോ ഞങ്ങളെല്ലാരും പുഴയിൽ പോകുമോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോ കണ്ടറിയാം. മഴ പെയ്താലും പുഴയിൽ പോകും. പുഴയിൽ പോയി നനയാൻ തന്നെ മഴ കൊണ്ട് നനയട്ടേന്ന്. ഇടിവെട്ടിയ വയപ്പാവൂലേ? കൊള്ളന്നെ നോക്കട്ടെ. അപ്പൊ അമ്മങ്ങള് അതെ ശരി, അതെ അത് ശരിയാ. അപ്പൊ ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ ഇന്ന് തൂതപ്പുഴയിൽ പോകും. പുഴയ്ക്ക് പോണതിന് മുമ്പ് കുറച്ച് പായസം കൂടി കുടിക്കാൻ വിചാരിച്ചു. എങ്ങോട്ടും അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നേ? ഇതിന്റെ അടിയിൽ ഇന്റെ മോൾക്ക് പുഴയിൽ ഇറങ്ങി കളിക്കാനുള്ള ഡ്രസ്സാണ്. ഞാൻ അത് പോട്ടിട്ടാണ്. അതാണ് എല്ലാരും പുഴയ്ക്ക് പോകാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പോട്ടെ ഗൈസ്. പുഴയിലുള്ള കുളിയെല്ലാം കഴിഞ്ഞ് മക്കളെ ഇവിടെ ഉണ്ണിയപ്പം വറുത്ത് കോരി എടുക്കുകയാണ്. ആദ്യം ഞങ്ങൾക്ക് ഉണ്ണിയപ്പം എന്താ ചായക്കടകളെ വാങ്ങിച്ചിരുന്നു. ഇപ്പൊ ലൈവ് അത്ര അടുത്ത കൊല്ലം മുതൽ ഞാനും ഉണ്ണിയപ്പം പിടിക്കുന്നത് ആണോ? വീഡിയോയില് പിന്നെ നമ്മൾ ഉണ്ണിയപ്പൊക്കെ കഴിച്ചു. പിന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു. ഒരുപാട് നേരം സംസാരിച്ചു. രാത്രി 2 മണിയായപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഒന്ന് ഉറങ്ങാൻ സെറ്റായി പോയത് കേട്ടോ. ഷൈജാത്തൻ്റെ വീടിൻ്റെ മുകളിൽ പിന്നെ വിശാലമായ ഷോറൂമാണല്ലോ. എത്ര പേരെ വേണമെങ്കിലും കൊള്ളുമല്ലോ. പിന്നെ അവിടെ ഒരുപാട് കംഫർട്ടുകളും ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ നിരത്ത് ഞങ്ങൾ നിരയായി വിരിച്ച് ഞങ്ങളെല്ലാവരും കിടന്നു നോക്കും. ഇനി പിറ്റേ ദിവസം രാവിലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി വൈകുന്നേരം നമ്മൾ പോണ വിശേഷങ്ങളുള്ളൂ നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ. ഗൈസ് ഞങ്ങള് എങ്ങനെ പറഞ്ഞേക്കാനുള്ള മഞ്ഞ കപ്പ പുഴുങ്ങി അളിയനും ശൈത്യത്തെയും കൂടി ഞങ്ങൾ പറഞ്ഞേക്കാൻ വേണ്ടി പരിപാടിയില്ല. നല്ല ചോന്ന ചായയും മഞ്ഞ കപ്പ കൊടുക്കും. അമ്മച്ചി നിങ്ങളെ വണ്ടി എപ്പോഴാണ് പോണ്? ഞങ്ങൾ 6 മണിക്ക്. എന്നെ വണ്ടി 6 മണിക്കാം. അങ്ങനെ ഞങ്ങള് ഒരു ദിവസത്തെ ഉദവിന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. നേരത്തോട് നേരല്ല 1.5 ദിവസം. ഇപ്പൊ വൈകുന്നേരമാണ് 6 മണിക്കാണ് നമ്മള് പോണത്. ഉച്ചക്കല്ല പോണത്. 1:30 ആയി. അങ്ങനെ നമ്മൾ റെനമോളൊക്കെ ഇവിടെ ഉണ്ട്. റെനമോളൊന്ന് താത്തൊക്കെ നിൽക്കൂ. 2 സ്റ്റെപ്പ് താത്തൊക്കെ നിൽക്കൂ. അങ്ങനെ ഒരേപോലെ അല്ലെങ്കിലും ഇപ്പൊ ഒക്കെ ഉണ്ട്. എവിടെ ഉണ്ട് കട്ടച്ചെരുപ്പ്? അവർക്കട്ടെ അല്ലൊരു മേമൊക്കെ ആകുമ്പോൾ ഞാൻ വേണല്ലോ കുറച്ച് നീളത്തിൽ നിൽക്കാനേ. അങ്ങനെ എങ്ങനെയുണ്ട് നമ്മൾ തൂത വന്ന വിശേഷങ്ങളൊക്കെ? ഞങ്ങളൊക്കെ വന്നതിന് എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ ഇനിയും വരണോ? ഇഷ്ടപ്പെടാതെ എനിക്ക് ഒരു വഴിയില്ല. ഞങ്ങൾ ഇടക്കിടക്ക് എനിക്ക് നാത്തുമ്മ ചെറുതായിട്ട് വലുതായിട്ട് വരണ്ടേ. പക്ഷെ ഞങ്ങളൊക്കെ ഇടക്കിടക്ക് വരും.
പോലൊക്കെ എടുക്കാൻ ആരും വേണ്ട നമുക്ക്. സന്തോഷായില്ലേ പരിപാടി? നബില കുട്ടി എങ്ങനെയാണ് ദിവസം ദിവസം വരുമ്പോഴേക്ക് സുന്ദരി സുന്ദരിയായിട്ട് വരുന്നത്? ഇതിന്റെ വല്ല സീക്രട്ടും ഉണ്ടോ? നമ്മുടെ ചാനലിൽ കൂടി ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അല്ല ദിവസം സൗന്ദര്യം വർദ്ധിക്കുന്നത്? കാരണം നമ്മളെ ചാനലിൽ കൂടി റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോന്ന് ആഗ്രഹിക്കുന്നില്ല. ഇവള് എന്താ കാര്യമായിട്ട് ബാഗിൽ കഴിച്ച് തപ്പി എടുക്കുന്നത്? അയ്യോ കപ്പയും കട്ടനും കഴിയുമേ പോരടി. ഞങ്ങളെല്ലാം പോവാ, നീയാണ് തപ്പിയിരുന്നോ? നാടി മണങ്ങനെ മൂലൊക്കെ ഇരുന്നൊക്കെയാണ് കപ്പയുമായി. നമുക്ക് എത്ര നേരം വൈകാതെ മഞ്ഞക്കപ്പ കഴിക്കാം. ചായേ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് കഴിച്ചോളി. അപ്പുറം കൂടി ഉണ്ട്. ഞാനേ ഒറ്റക്ക് നിൽക്കുന്ന നല്ല കുഴപ്പമില്ല. എന്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ വിരുന്നെല്ലാം കഴിഞ്ഞ് അതെ അടുത്ത ശനിയാഴ്ച ഇൻഷാ അല്ലാ നമ്മളവിടെ വിരുന്ന് വെക്കണം. അടുത്ത ശനിയാഴ്ച നമ്മുടെ ഇന്നിമോളുടെ ഇന്റർവ്യൂ അന്നല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ഡേറ്റ് അനുസരിച്ചിട്ട് ചിലപ്പോ ഞങ്ങള് അങ്ങനെ വിരുന്നെല്ലാം കഴിഞ്ഞ് മകളെ ഗായ്സ് ഞങ്ങൾ പോവുകയാണ്. കൊതുക് ഓക്കെ കൊതുക് ഇത്ര മാത്രം അങ്ങോട്ട് ടാറ്റാ. വണ്ടിയിലുണ്ട്. അങ്ങനെ എല്ലാവരും മടങ്ങി ഒന്നാമത്തെ വണ്ടി യാത്രയായി ഗായ്സ്. ഒന്നാമത്തെ വണ്ടി പോവുകയാണ്. അല്ല ഇനി രണ്ടാം വണ്ടി പാക്കല്ലേ? കുട്ടി കൈമാറക്കാം. അതാ ഇത് വല്ലാത്തൊരു അസറാറാ. പപ്പ പോവാണേ. പപ്പ കാറില് പോവത്ര. വല്ലാത്തൊരു കഷ്ടായി. പപ്പ കാറില് പോവും. പപ്പ അതല്ലേ ഞാൻ കണ്ടോ? ഞാൻ കുട്ടിപരമായിട്ടാണ് കളിച്ചിരുന്നത്. ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ തന്നെ ടച്ചു. അപ്പൊ രണ്ടാമത്തെ വണ്ടി പോവുകയല്ലേ ഗായ്സ്? പിന്നെ കാണാം. ഞങ്ങളെ വണ്ടി ഇവിടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പോവുകയാണ്. പോയി പോരെ.